ഡയമണ്ട് പരിണാമവാദികളുടെ ശത്രു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒന്നാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ടിനെ പൊതുവേ ഡയമണ്ടിൻ്റെ കാലഗണന നടത്തിയിരിക്കുന്നത് 1 ബില്യൺ ടു 3 ബില്യൺ ഇയേഴ്സ് എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഒരു കാലഗണന. അത്രയും പഴക്കമുള്ളതായിരിക്കുന്ന ഒന്നാണ് ഡയമണ്ട് എന്നാണ് പ്രത്യേകിച്ച് ഈ ജിയോളജിസ്റ്റുകൾ അതുപോലെ തന്നെ പരിണാമവാദികളും ഒക്കെ പറയുന്നത്. ഈ ഡയമണ്ട് യഥാർത്ഥത്തിൽ പരിണാമവാദികളുടെ ശത്രുവാണെന്നുള്ളതാണ്. ഡയമണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായിരിക്കുന്ന പുതിയ പഠനങ്ങൾ, പ്രത്യേകിച്ച് ക്രിയേഷനിസ്റ്റുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകളുണ്ട്. ഡയമണ്ടുമായിട്ടുള്ള ബന്ധത്തിൽ അവർ നടത്തുന്നതായിരിക്കുന്ന റിസർച്ചേഴ്സിൻ്റെ ഫലം എന്ന് പറയുന്നത് പരിണാമവാദികളുടെ കണ്ടെത്തലുകളെയും പരിണാമവാദികളുടെ വിശ്വാസത്തെയും എതിർക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ തകർക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഭൂമിക്ക് 454 കോടി വർഷം പഴക്കമുണ്ടെന്ന് ഇവർ പറയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവായിട്ട് ഏത് വരും? ഈ ഡയമണ്ടിൻ്റെ കാലപ്പഴക്കമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിണാമവാദികൾ വളരെ കാര്യത്തോടുകൂടി എടുത്തു വെക്കുന്നതായിരിക്കുന്ന ഒന്നാണ് ഡയമണ്ടിൻ്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഡയമണ്ടിന് അത്രമാത്രം കാലപ്പഴക്കം ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഡയമണ്ട് എന്ന് പറയുന്നത് ഭൂമിക്ക് വളരെ താഴെയായിട്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന ഒന്നാണെന്നാണ് പൊതുവെ ഡയമണ്ടിനെ കുറിച്ച് പറയുന്നത്. വജ്രം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കാഠിന്യമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വജ്രം കണ്ടാമിനേറ്റഡ് ആകുക എന്ന് പറയുന്നത് അത് അപൂർവമായിരിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഡയമണ്ടിൽ നിന്നും കാർബൺ 14 കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പരിണാമവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ജിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാൽക്കുലേഷൻസിനെ എല്ലാത്തിനെയും തകിടം മറിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. ഈ കാർബൺ 14 എങ്ങനെ ഡയമണ്ടിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഡയമണ്ടിലെ കാർബൺ 14ൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാർബൺ 14നെ കുറിച്ച് നമുക്ക് നേരത്തെ നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാർബൺ 14 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730 വർഷമാണ്. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് ഇല്ലാതെയായി പോകും എന്നുള്ളതാണ്, ഡീക്കേ ചെയ്ത് ഇല്ലാതെയായി പോകും. അങ്ങനെയാണെങ്കിൽ 3 ബില്യൺ വർഷം പഴക്കം പറയുന്നതായിരിക്കുന്ന ഈ ഡയമണ്ടിൽ എങ്ങനെയാണ് കാർബൺ 14 ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഈ പറയുന്നതായിരിക്കുന്ന പരിണാമവാദികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞനോ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും പറയുന്നതായിരിക്കുന്ന ചില വാദങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആണ്. ഡോക്ടർ ബോ ഗാർട്ട്നർ എന്ന് പറയുന്നതായ ക്രിയേഷനിസ്റ്റ്, അദ്ദേഹം ചെയ്തത് ആഫ്രിക്കയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ഡയമണ്ടുകൾ ശേഖരിച്ചു എന്നുള്ളതാണ്. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുണ്ട്, ഗിനിയ, അതുപോലെ തന്നെ ബോട്സ്വാന, അതിൽ ഖനികളിൽ നിന്നുള്ള ഡയമണ്ട്സുകളുണ്ട്. ഇതെല്ലാം കൂടി ശേഖരിച്ചിട്ട് മൊത്തം 12 ഡയമണ്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം പരിശോധന നടത്തിയത്, ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതിൽ നിന്ന് കിട്ടിയതായ റിസൾട്ടാണ് ഈ 12 എണ്ണത്തിൽ എന്തുണ്ടായിരുന്നു? C14 പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരെണ്ണത്തിൽ മാത്രം നടത്തിയതായിരിക്കുന്ന ടെസ്റ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു സംശയത്തിൻ്റെ നിഴലെങ്കിൽ നിർത്താം, ഓക്കെ അത് തെറ്റിപ്പോയിട്ടുള്ളതായിരിക്കാം എന്നുള്ളത്. എന്നാൽ 12 എങ്ങനെയാണ് തെറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിരിക്കുന്ന ഒരു വാദമാണ് ഏത്? ഡയമണ്ടിൽ അല്ലെങ്കിൽ വജ്രത്തിൽ C14 കണ്ടെത്തി എന്നുള്ളത്. അപ്പോൾ C14 വജ്രത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്രത്തിന് ഈ പരിണാമവാദികൾ പറയുന്നത് പോലെ 3 ബില്യൺ കോടിക്കണക്കിന് വർഷമൊന്നും പഴക്കമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ക്രിയേഷനിസ്റ്റുകളെ ഡയമണ്ടിനെ പരിഗണിക്കുന്നത് ക്രിയേഷനിസ്റ്റുകളുടെ ഫ്രണ്ടായിട്ടും അതുപോലെ തന്നെ പരിണാമവാദികളുടെ ശത്രുവായിട്ടുമാണ്.